ഹായ് ഫ്രണ്ട്സ്, ഷാബ ക്രിയേഷൻസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നതൊരു ഈസി ആൻഡ് സിമ്പിൾ ചെറുപയർ പായസമാണ്. ഈ ലോക്ക്ഡൗൺ സമയത്ത് ആസ്വദിച്ച് കുടിക്കാനും പെട്ടെന്നായിട്ട് തയ്യാറാക്കിയെടുക്കാനും പറ്റിയ ഒരു പായസമാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്കിനി അതിനെന്തൊക്കെ ആവശ്യമുള്ളത് നോക്കാം. അതിനു മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ തന്നെ അടുത്തുള്ള ബെൽ ഐക്കൺ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്തു വെക്കുക. എങ്കിൽ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം ഞാൻ ഇവിടെ 500 ഗ്രാം ചെറുപയറാണ് എടുത്തിട്ടുള്ളത്. നമ്മുടെ മധുരത്തിനനുസരിച്ചുള്ള 10-11 അച്ച് ശർക്കരയും എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 ലിറ്റർ പാലും 2 കപ്പ് തേങ്ങാപ്പാലും കൂടെ ആവശ്യമുണ്ട്. കൂടെ തന്നെ 1/4 കപ്പ് അരിപ്പൊടിയും കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ചെറുപയർ കുക്കറിലിട്ട് അതിന് ആവശ്യമായ വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഏകദേശം 6 വിസിൽ എടുത്തിട്ടുണ്ട് ഈ കുക്കറിൽ. നിങ്ങൾക്ക് നിങ്ങളുടെ കുക്കറിനനുസരിച്ച് എത്ര വേണ്ടെന്ന് വെച്ചാൽ എങ്ങനെ വെച്ച് വേവിച്ച് എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ചെറുപയർ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഇളക്കി നോക്കാം കേട്ടോ. അതുപോലെ തന്നെ ശർക്കര ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് അത് ഉരുകാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഉരുക്കിയെടുത്ത ശർക്കര അരിപ്പ വെച്ചിട്ട് ചെറുപയറിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അതിനുശേഷം ഒന്നും കൂടെ ഒന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് തീയിൽ വെച്ച് വേവിക്കണം. അതൊന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ് ശർക്കരയും ചെറുപയറും കൂടെ. ഇതൊന്ന് മിക്സായ ശേഷമാണ് നമ്മൾ പാല് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ച 500 ml പാല് ഒഴിച്ചു കൊടുക്കുക. ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി നമ്മൾ നേരത്തെ എടുത്തു വെച്ച 1/4 കപ്പ് അരിപ്പൊടി കുറച്ച് വെള്ളത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം ഈ കൂട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കണം. കൂടെ തന്നെ ഇളക്കി കൊടുക്കണം. ഇതെന്തിനാന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് കുറുക്കാനാണ്. അല്ലെങ്കിൽ പൊടി കട്ട പിടിക്കും. നന്നായിട്ട് ഇളക്കണം, എന്നാലേ മിക്സ് ആവുള്ളൂ. അല്ലെങ്കിൽ പൊടി കട്ട പിടിച്ച് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കിടക്കും. ഇപ്പോൾ കണ്ടോ, ഇത് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ച തേങ്ങാപ്പാൽ മിക്സ് ചെയ്ത് കൊടുക്കണം. തേങ്ങാപ്പാൽ ഒഴിച്ച ശേഷം അത് നന്നായിട്ട് ചൂടാക്കി എടുക്കണം. തിളപ്പിക്കേണ്ട ആവശ്യമില്ല. കൂടെ തന്നെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം, എങ്കിലേ അത് മിക്സ് ആവുകയുള്ളൂ. ഇപ്പോൾ നമ്മുടെ ഈ മിക്സ് റെഡി ആയിട്ടുണ്ട്. അടുത്ത് നമ്മൾ ചെയ്യുന്നത് എന്താ വെച്ചാൽ അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ നെയ്യിലിട്ട് വറുത്തെടുക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് ഒരു പാന് ചൂടാക്കുക. ശേഷം അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ആഡ് ചെയ്യുക. നെയ്യ് ചൂടായി വന്ന ശേഷം നേരത്തെ കഴുകി വെച്ച അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ ആഡ് ചെയ്യുക. നന്നായിട്ട് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ കരിഞ്ഞു പോവാൻ ചാൻസ് ഉണ്ട്. അണ്ടിപ്പരിപ്പും മുന്തിരിയും റെഡി ആയിട്ടുണ്ട്. അത് ഇനി മിക്സിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നന്നായിട്ട് മിക്സ് ചെയ്യുക. നമ്മുടെ പായസം ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ് ഈ പായസം. സിമ്പിൾ സ്റ്റെപ്സ് മാത്രമേ ഉള്ളൂ ഉണ്ടാക്കാനായിട്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും ഒപ്പീനിയൻസൊക്കെ കമൻറ്റ് ബോക്സിൽ കമൻ്റായിട്ട് ഇടുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയുമായിട്ട് വരുന്നത് വരേക്കും